വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സർവ്വസ്യ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്നാണ് ഞങ്ങളെ വിളിച്ചു ചേർത്തത്. അവിടുത്തേക്ക് കർത്താവേ ഞങ്ങളോട് അവിടുത്തെ ഹൃദയത്തിലെ വചനങ്ങളുള്ളതോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളോട് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളോട് എപ്പോഴും അവിടുത്തെ ഹൃദയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ആ സ്നേഹമുള്ള ഹൃദയത്തിനായിട്ട് നന്ദി പറയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ, അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണല്ലോ ഞങ്ങൾ ജീവിക്കേണ്ടത്. ഞങ്ങളുടെ ജീവനാധാരമായിട്ടുള്ള ആ ജീവൻ്റെ മന്നയെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിലേക്ക് ആ ആത്മാവും ജീവനുമാകുന്ന അവിടുത്തെ തിരുവചസ്സുകളെ കർത്താവെ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബിൽഡപ്പ് ചെയ്യണം. അതേ കർത്താവെ, ഞങ്ങൾ ഞായറാഴ്ച കേട്ടതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, സഭയെ എല്ലാം അവിടുന്ന് തന്നെ ബിൽഡപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തേക്ക് ഏറ്റവും പ്രസാദകരമായ രീതിയിൽ അതെ ആ സ്വർഗീയ മാതൃക താൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം മോശയോട് കർത്താവെ അവിടുന്ന് സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞതുപോലെ ആ യേശുവിൻ്റെ മാതൃക പ്രകാരം തന്നെ, ആ സ്വർഗീയനായ മാതൃക ആയ കർത്താവിൻ്റെ മാതൃക പ്രകാരം തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും തൊഴിൽ ജീവിതത്തെയും സഭാജീവിതത്തെയൊക്കെ പണിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അതിന് കർത്താവെ ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ കർത്താവെ അവിടുന്ന് ഞങ്ങളെ കൺവിക്റ്റ് ചെയ്യുമ്പോൾ, ബോധ്യം വരുമ്പോൾ കർത്താവെ ഞങ്ങൾ ആ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുമ്പോൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ ന്യായപ്പെടുത്തി കർത്താവെ ഉരുണ്ട് കളിക്കാതെ കർത്താവെ ഞങ്ങളെ അങ്ങയോട് പാപങ്ങളേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് നിരപ്പ് പ്രാപിച്ച് കർത്താവെ അങ്ങോട്ട് ചേർന്നിരിപ്പാൻ അവിടുത്തെ വചനത്തോട് വിധേയപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട്ട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് വചനത്തിലേക്ക് തിരിയാവല്ലോ. നമ്മളെ വെളിപാട് പുസ്തകം 15 അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായി. വെളിപാട് പുസ്തകം 15 അധ്യായം വളരെ ഒരു ചെറിയ അധ്യായം, 8 വചനങ്ങളേ ഉള്ളൂ, 8 വാക്യങ്ങളേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു രത്നച്ചുരുക്കമായിട്ട് ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിൽ താൻ നാടുകടത്തപ്പെട്ട സമയത്ത്, താൻ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് തനിക്ക് വെളിപ്പെടുത്തപ്പെട്ട ആ വെളിപാടുകൾ എപ്പോഴും അങ്ങനെ ആ ഒരു നുറുക്കത്തിൻ്റെ സമയത്തേ വെളിപാടുള്ളൂ. ജ്ഞാനികളെയും വിവേകികളെയും മറച്ചു വെച്ച് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തുന്നതെന്ന് കർത്താവ് മത്തായി 11:25 പറയുന്നത്. അപ്പം യോഹന്നാന് ഏറ്റവും അന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നുറുക്കപ്പെട്ട മനുഷ്യനായിരുന്നിരിക്കണം തീർച്ചയായിട്ടും യോഹന്നാൻ അപ്പോസ്തലൻ. അത്രയധികം കർത്താവിനോട് ചേർന്ന് നടന്ന, കർത്താവിൻ്റെ മറുപടി ആക്ഷരികമായിട്ടും പിന്നീട് ആത്മീയമായിട്ടും വർഷങ്ങൾ കർത്താവിൻ്റെ മറുപടി ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലന് അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിലും ഏറ്റവും നുറുക്കപ്പെട്ട മനുഷ്യനായിരുന്നിരിക്കണം യോഹന്നാൻ അപ്പോസ്തലൻ. എന്നാൽ അദ്ദേഹത്തെ വീണ്ടും ഒരു നുറുക്കത്തിലൂടെ, ഒരു പീഡനത്തിലൂടെ, ഒരു ഉപദ്രവത്തിലൂടെ കടത്തിവിട്ട് താൻ വീണ്ടും താൻ ദൈവത്തിൻ്റെ വെളിപ്പാടിന് മുമ്പാകെ, യേശുവിൻ്റെ വെളിപ്പാടിന് മുമ്പാകെ ഒരു മരിച്ചവനെ പോലെ വീഴത്തക്കവണ്ണം ഉള്ള ആ വലിയ കർത്താവിൻ്റെ മഹത്വവും തേജസ്സും ഒക്കെ കാണുന്ന ആ യോഹന്നാനെ നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് യോഹന്നാന് കർത്താവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിലും വെളിപ്പാടുകൾ, അത് നമ്മൾ എത്ര കാര്യങ്ങൾ കേട്ടാലും, എത്ര നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചാലോ ധ്യാനിച്ചാലോ ഒക്കെ വെളിപ്പാട് കിട്ടണമെങ്കിൽ നമ്മൾ നുറുക്കപ്പെടണം. താഴ്മയുള്ളവർക്കേ, ശിശുഹൃദയമുള്ളവർക്കേ വെളിപ്പാടുള്ളൂ. അതിനായിട്ട് നമ്മെ തന്നെയും നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനൊത്തവണ്ണം നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് നമുക്ക് അധികമായിട്ട് തന്നെ വെളിപ്പെടുത്തി തരും. നമ്മൾ ആ വെളിപ്പാടുകൾ, കർത്താവിൻ്റെ വെളിപ്പാടുകളോടെ, കർത്താവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള ആ ഒരു കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ വെളിപ്പാടിനെക്കുറിച്ച്, കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിനോട് നമ്മൾ എത്രയധികം നീതി പുലർത്തുന്നോ, എത്രയധികം അതിലേക്ക് വിശ്വസ്തയാവാൻ വേണ്ടി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നോ, അതിനനുസരിച്ചായിരിക്കും കർത്താവ് കൂടുതലായിട്ട് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് ഇപ്പോഴും യേശുവിനെ വെളിപ്പെടുത്താനായിട്ട് ആവലോടെ, ഏറ്റവും ഉത്സാഹത്തോടെ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവെന്ന സഹായകനെ കുറിച്ചൊക്കെ നമ്മൾ കോട്ടേജ് മീറ്റിങ്സിൽ, ഭവന പ്രാർത്ഥനകളിൽ നമ്മൾ യോഹന്നാൻ 16-ന്റെ 14-ാമത്തെ വാക്യമൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവിടെ യേശുവിനെ വെളിപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് വെമ്പി വളരെ ആവലോടെ, വളരെ ഏറ്റവും ഉത്സാഹത്തോടെ ഇരിക്കുക. അതാ നമ്മൾ യോഹന്നാൻ 16-ന്റെ 14-ല്
അവൻ, അതായത് ഈ സത്യാത്മാവ്, പരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ആ ഒരു യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട്, യേശുവിൽ നിന്നുള്ളത് എടുത്ത് നമുക്ക് കാണിച്ചു തരാനായിട്ട് ഏറ്റവും വെമ്പലോടെ അവലോടായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്നാൽ ആർക്കേ അത് കാണിച്ചു തരാൻ ഒക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ശിശുഹൃദയമുള്ളവർക്ക്, താഴ്മയുള്ളവർക്ക്, നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ദൈവമുമ്പാകെ നമ്മൾ താഴ്ത്തുന്നവർക്ക് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തി തരാൻ ഒക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പം ഇന്ന് വിശ്വാസകോളത്തിൽ തന്നെ ചിലർക്ക് യേശുവിനെക്കുറിച്ച് അധികമായിട്ടുള്ളൊരു വെളിപ്പാടും അവരുടെ ജീവിതത്തിൽ അധികമായിട്ടുള്ളൊരു യേശുവിന് സദൃശ്യമായിട്ടുള്ളൊരു ജീവിതം അവർ ജീവിക്കുന്നു. എന്നാൽ ചിലർ ഒരുപാട് വർഷങ്ങൾ കർത്താവിനെ അറിയാം, വചനങ്ങൾ അറിയാം, പല പാരമ്പര്യങ്ങളും പല കാര്യങ്ങളും എല്ലാം അറിയാം. പക്ഷേ എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ യേശുവിൻ്റെ ഒരു വെളിപ്പാട്, യേശുവിനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതെ വണ്ണം അവർ തന്നെ യേശുവിനെ മറച്ച് വെച്ചിരിക്കുന്ന, യേശുവിന് മുമ്പേ നിൽക്കുന്നവരൊക്കെ കള്ളനും കവർച്ചക്കാരും എന്ന് കർത്താവ് യോഹന്നാൻ 10:8 പറഞ്ഞതുപോലെ യേശുവിന് മുമ്പിൽ വന്ന് നിന്ന് യേശുവിനെ മറിച്ച് കളയുന്നത് പോലെയുള്ള ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമുക്ക് മുമ്പാകെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ അവസാന കാലത്തെക്കുറിച്ചുള്ള പല വചനങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവ് അവിടുന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അതൊരു ദേഹിയുടെ തലത്തിലുള്ളൊരു അറിവായിട്ട് നിൽക്കാനല്ല, മറിച്ച് ആത്മാവിൻ്റെ തലത്തിൽ അങ്ങേ അറിയുന്ന, ആത്മമണവാളിനെ അറിയുന്ന ഒരു അറിവായിട്ട്, അത് ആത്മീയവർദ്ധന ഉതകുന്ന ഒരു വെളിപ്പാടായിട്ടാക്കി തീർക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് നോക്കാവല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വെളിപ്പാട്, അതിനുശേഷം 2-3 അധ്യായങ്ങളിൽ അന്നത്തെ 7 സഭകളുടെ ആത്മീയാവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലന് കൊടുക്കുന്നു. അവിടുത്തെ ആ വെളിപ്പാട് കർത്താവിന് ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ആ സഭകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പാട് 2 സഭകളിലെ മൂപ്പന്മാർക്ക് അവർ വെളിപ്പാടുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സഭയെ നിർമ്മലമായിട്ട് നിർത്താൻ സാധിച്ചു. എന്നാൽ ബാക്കിയുള്ള 5 സഭകളുടെ മൂപ്പന്മാർക്ക്, ദൂതന്മാർക്ക്, അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ആത്മീയാവസ്ഥയെക്കുറിച്ചൊരു വെളിപ്പാട് അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ അത്രയും ശോചനീയമായ അവസ്ഥയിൽ അതിസ്നേഹത്തിൽ നിന്ന് വീണുപോയിട്ടും ശീതോഷ്ണവാനായിട്ടും ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള കാര്യത്തിലായിട്ടും പല തെറ്റായ ഉപദേശങ്ങളും അതുപോലെയൊക്കെയുള്ള കീഴ്വഴക്കങ്ങളും ഒക്കെ സഭയിലുണ്ടായിട്ടൊന്നും അതിനെക്കുറിച്ചൊരു വെളിച്ചമില്ലാതെ പല ദൂതന്മാരുമായിരുന്ന മൂപ്പന്മാരുമായിരുന്ന ഒരവസ്ഥയൊക്കെ നമ്മളവിടെ 2-3 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ 4-ാം അധ്യായം മുതൽ സ്വർഗത്തിലൊരു തുറന്ന വാതിൽ കാണുന്നു. അവിടെ സ്വർഗത്തിൽ പിതാവിനെ ആരാധിക്കുന്നു. 4-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ മുദ്രകൾ ഒന്നായിട്ട് പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേര് ശിശുവായിട്ടുള്ള യഹൂദന്മാരെ മുദ്രയിടുന്നു. സഭയെ കർത്താവ് ചേർക്കുന്നു. നിത്യമായിട്ടുള്ള സഭയുടെ ആ ഒരു ആശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സ്വസ്ഥതയുടെയൊക്കെ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. 8-ാം അധ്യായത്തിലെ 7-ാമത്തെ മുദ്ര, ആ 7-ാമത്തെ മുദ്രയിലാണ് കർത്താവിൻ്റെ, 6-ാമത്തെ മുദ്രയിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. അതിനുശേഷം 7-ാമത്തെ മുദ്രയിലാണ് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് പകർന്നൊഴിക്കപ്പെടുന്നത്. അതിൻ്റെ 7 കാഹളങ്ങൾ, അതിലാദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് 8-ാം അധ്യായത്തിലും 5-6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ ദൂതൻ എല്ലാം നിവൃത്തിയാകുന്ന ദൈവത്തെ വിളിച്ച് ആണയിടുന്ന കാര്യവും, പ്രവചന പുസ്തകം അപ്പോഴത്തേക്ക് തുറന്ന് ഇരിക്കുന്നതായിട്ടുള്ള ആ പുസ്തകം, മുദ്രയിടപ്പെട്ടിരുന്ന എന്നാൽ ഇപ്പോൾ തുറന്നിരിക്കുന്ന ആ പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന് ഭക്ഷിക്കാൻ കൊടുക്കുന്നതും, അത് വായിൽ അത് തേൻ പോലെ ആയിരുന്നെങ്കിലും വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് കയ്പായി തീർന്ന ആ ഒരു അതിൻ്റെ ആത്മീയാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വീണ്ടും യോഹന്നാൻ പ്രവചിക്കുന്ന കാര്യങ്ങളും, പിന്നെ 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെക്കുറിച്ച്, അവസാന 3 വർഷക്കാലത്തുള്ള 2 സാക്ഷികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അത് 11-ാം അധ്യായത്തിൽ തന്നെ 15 മുതൽ 7-ാമത്തെ കാഹളത്തെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കപ്പെടുന്നു. 1000 വർഷക്കാല ഭരണം തുടങ്ങുന്നു. 12-ാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ സന്തതിയായിട്ട് ജനിക്കുന്ന ക്രിസ്തുവിനെ ഒടുക്കിക്കളയാൻ വേണ്ടി സാത്താൻ്റെ വൃദ്ധാശ്രമങ്ങളെക്കുറിച്ചും അവൻ അവസാനം ഭൂമിയിലേക്ക് തള്ളിയിടപ്പെടുന്നതും അവൻ ക്രോധത്തോടെ ഇസ്രയേലിനും സഭയ്ക്കും എതിരായിട്ട് തിരിയുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ കാണുന്നു. 14-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കൂടെയുള്ള 144,000 പേരെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏഞ്ചലിക് അനൗൺസ്മെൻറ്റ്സ്, ഏഞ്ചൽസ് 3 ദൂതന്മാർ മുന്നറിയിപ്പുകളും ഒക്കെ നൽകുന്ന അനൗൺസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ മുന്നറിയിപ്പുകൾ കാണുന്നു. അതിനുശേഷം ഭൂമിയിലെ അവിശ്വാസികളെ ന്യായവിധിക്കായിട്ട് കൊയ്തെടുക്കുന്ന വചനമാകുന്ന അരിവാൾ പിടിച്ചിരിക്കുന്ന കർത്താവ്, മേഘങ്ങളിലിരുന്ന കർത്താവ് വചനമാകുന്ന അരിവാൾ കൊണ്ട് അർമ്മഗദോൻ യുദ്ധത്തിൽ
ഉള്ള ഒരു ന്യായത്തീർപ്പിനെക്കുറിച്ചും അവിടെ ഒഴുകുന്ന രക്തപ്പുഴയെക്കുറിച്ചും ഒക്കെ നമ്മൾ വെളിപാട് 14 അവസാനത്തെ വാക്യങ്ങളിൽ കണ്ടു. പിന്നെ 15 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ദൈവക്രോധം തീർന്നു. ദൈവക്രോധം, ഈ ക്രോധമെല്ലാം ഈ 7 ബൗൾസ് ഓഫ് റാത്തായിട്ട്, 7 ക്രോധ കലശങ്ങളായിട്ട് അത് പകർന്നൊഴിക്കപ്പെട്ടു. അത് 7 കാഹളങ്ങളായിട്ട്, ഓരോ കാഹളത്തിൻ്റെയും സമയത്ത് അത് ക്രോധ കലശമാണെന്നുള്ള കാര്യങ്ങൾക്ക് 16 അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. അപ്പം ക്രോധമെല്ലാം തീർന്നതായിട്ടുള്ള ഒരു രംഗം നമ്മളവിടെ 15 അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കൈ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉണ്ട്. അത് തന്നെയുമല്ല, അല്ലെങ്കിൽ ആൻഡ് എന്ന് മലയാളം ഭാഷയിൽ ഈ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് എഴുതുന്ന പോലെ എഴുതുന്ന അത്ര ഒരു കോമൺ ആയിട്ടുള്ള പ്രയോഗം അല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ പരിഭാഷകരായിട്ടുള്ള സഹോദരങ്ങൾ അവിടെ ആൻഡ് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതെന്ന്. അതിനോട് ചേർന്ന് വരുന്ന ഇംഗ്ലീഷിലത് ആൻഡ് എന്നുള്ളൊരു വാക്ക് കൺജങ്ഷൻ ഉള്ളതുകൊണ്ട് അവർക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഗ്രീക്കിലും ആ ഒരു കായ് എന്നുള്ളൊരു വാക്കാണ് ആൻഡ് എന്ന് പറഞ്ഞാൽ അത് 1-ാമത്തെ വാക്യത്തിനോട് ചേർന്നുള്ളത് 2-ാമത്തെ വാക്യം എന്നുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവക്രോധം തീർന്നു. എന്നാൽ ദൈവക്രോധം യേശുവിൽ തന്നെ തീർന്നതായിട്ട് കണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ച ഭൂമിയിലും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, അക്ഷരികമായിട്ട് ക്രിസ്തുവിനെ ജയിക്കുന്നവർ അവസാന കാലത്തെ വിശ്വാസികളാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ അനേക ക്രിസ്തുക്കൾ 1-ാം നൂറ്റാണ്ട് മുതലേ ക്രിസ്തുക്കൾ അനേകരുണ്ടെന്നുള്ള കാര്യമൊക്കെ 1 യോഹന്നാൻ 2:19 നമ്മൾ വായിക്കും. ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൻ്റെ ആത്മാവ്. കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപം. അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, തന്നെ ഉയർത്തുന്ന, കാണുന്നതെല്ലാം വേണം, ഭൗതിക സുഖങ്ങളോടുള്ള പറ്റിച്ചേരലും, പിന്നെന്താ, പിന്നെ മനുഷ്യമാനം തേടുന്നതും, തന്നെ ഉയർത്തുന്നതും, പിന്നെ ജഡിക സുഖങ്ങളോടുള്ള ആസക്തിയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ജയിച്ചവരാണ് അവർ ഈ പളുങ്ക് കടലിൻ്റെ മീതെ നിന്ന് ദൈവത്തിൻ്റെ വീണകളുമായിട്ട് പാടുന്നത്. ദൈവത്തിൻ്റെ വീണകൾ, ഹാപ്സ് എന്നുള്ള ആ ഒരു പദം നമ്മൾ വേറെ എവിടെ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ 5-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും. അപ്പോൾ ഈ വീണ എന്നുള്ള ഒരു പദം ദൈവത്തിൻ്റെ വീണയുമായിട്ട് 15:2 നമ്മുടെ ജയാളികളായിട്ടുള്ള സഹോദരങ്ങൾ പളുങ്ക് കടലിൻ്റെ മീതെ നിന്ന് പാടുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഈ വീണയെക്കുറിച്ചുള്ള ഒരു പദം നമ്മൾ കാണുന്നത് എവിടെ? ഈ സ്വർഗീയമായിട്ടുള്ള വീണ, ദൈവത്തിൻ്റെ വീണകളുമായിട്ട് ഈ ജയാളികൾ അവർ ചില്ലറക്കാരല്ല. അവർ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള വീണയെന്ന് ചോദിച്ചാൽ ഈ 5:8 പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും, അതായത് യേശു കർത്താവ് മുദ്രയിടപ്പെട്ട പുസ്തകം പിതാവിൽ നിന്ന് വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാട്ടിൻ്റെ മുമ്പാകെ വീണു. ഒരു വീണയും പിടിച്ചുകൊണ്ട് അവർ വീണ പിടിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ വീണകളെ, അവർ സ്വർഗത്തിൻ്റെ സംഗീതം വായിക്കുന്നവരാണെന്നുള്ളൊരു കാര്യമാണ്. ഈ 4 ജീവികൾ എന്ന് പറഞ്ഞാൽ കെറൂബുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. അവർ ഏഞ്ചലിക് ബീയിങ്സ് ആണ്, ദൂതന്മാർ. അവരും പിന്നെ അവരും ഈ 24 മൂപ്പന്മാരും ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള ആരാധന, സ്വർഗത്തിലെ ദൂതന്മാരെ നയിക്കുന്നവരാണ് ഈ 24 മൂപ്പന്മാരെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ കയ്യിലും ഈ വീണ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ, അപ്പോൾ ഈ വെളിപാട് പുസ്തകത്തിൽ ഹാപ്സ് എന്നുള്ള ആ പദം, വീണ എന്നുള്ള പദം 3 ഇടത്താണ് കാണുന്നത്. ഒന്ന് ഈ 5:8 വാക്യം, പിന്നെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ 144,000 പേര് വീണ വായിക്കുന്ന ഒരു കാര്യം. 14-ാമത്തെ വാക്യത്തിൽ ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അവർ അതുപോലെ ആ ഒരു ഹെവൻലി മ്യൂസിക്, ആ സ്വർഗത്തിൻ്റെ ആരാധനയുടെ വീണ മീട്ടൽ, ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ 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 എന്നുള്ള ആ ഒരു വലിയ ആർപ്പോടെയുള്ള ആ ഒരു ആരാധന നമ്മൾ യെശയ്യാവ് 6-ാം സെറാഫുകൾ അങ്ങനെ ആരാധിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ സ്വർഗത്തിൻ്റെ ആരാധനയുടെ ആത്മാവോടെ കർത്താവിനെ ആരാധിച്ചവരായിരുന്നു ഈ 144,000 പേരെന്ന് വായിക്കുമ്പോൾ എത്ര വലിയ ഭാഗ്യാവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ നമ്മളും കർത്താവെ, നമ്മൾ ഇന്ന് ചിലപ്പോൾ നമുക്കിപ്പം ഇവിടെ കീബോർഡ് വായിക്കാനോ നമുക്ക് മ്യൂസിക്കൽ ടാലൻറ്റോ വലിയ പാട്ടിനോ വലിയ ശബ്ദപാഠമോ ഒന്നും നമുക്ക് കാണത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞവരാണെങ്കിൽ ഈ
ദൈവത്തിൻ്റെ വീണ നമുക്ക് കിട്ടും. അത് നമ്മൾ എഫേസ്യർ 5-ാമത്തെ അധ്യായത്തിലെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതെടുത്ത് നോക്കണം. എഫേസ്യർ 5:19 വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി. ഇന്ന് ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ലക്ഷണമായിട്ട് പലരും ഒത്തിരി ചാടിത്തുള്ളി ഒത്തിരി ബഹളം ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറഞ്ഞവരാകുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നമ്മളുടെ വാക്കിലും സംഭാഷണത്തിലും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അത് ഒരു ആത്മീയ ഗീതങ്ങൾ പോലെ ഏറ്റവും മാധുര്യമേറിയതായിരിക്കും. ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. ഹൃദയത്തിൽ എപ്പോഴും കർത്താവിനായിട്ടൊരു പാട്ടെന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടൊരു പാട്ട് തന്നെ ആയിരിക്കണം എന്നില്ലെന്ന് കർത്താവിനോടുള്ളൊരു സ്നേഹഗീതം. സോങ് ഓഫ് സോങ്സ് എന്നാണ് ഉത്തമഗീതത്തെക്കുറിച്ച് വായിക്കുന്നത്. ഏറ്റവും മികച്ച സോങ്, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗീതം എന്ന് പറയുന്നത് പോലെ കർത്താവിന് ആത്മമണവാളനായിട്ടുള്ളൊരു പാട്ട്. അങ്ങനെ അതാ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്പിരിച്വൽ ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ് സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട്. അവിടെ മെലഡി വിത്ത് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് കീർത്തനം ചെയ്തു. അതായത് മെലഡി വിത്ത് യുവർ ഹാർട്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് കർത്താവിന് കീർത്തനം ചെയ്തു. അതാ ഈ ആത്മാവ് കൊണ്ടുള്ള കീർത്തനമാണ് ദൈവത്തിൻ്റെ വീണകൾ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വീണകൾ അവർ 24 മൂപ്പന്മാരും ഈ 4 ജീവികളും ഒക്കെ ഈ വീണയും കൊണ്ടാണ് കർത്താവിനെ വീണ് നമസ്കരിക്കുന്നതായിട്ട് നമ്മൾ 5:8 കണ്ടതുപോലെ ഈ വീണകൾ ഭൂമിയിൽ വെച്ച് തന്നെ ഈ വീണ വായിക്കുവാൻ ദൈവത്തിൻ്റെ വീണകൾ വായിക്കുവാൻ ഈ 144,000 പേര് പരിശീലിച്ചു. അതുകൊണ്ടാണ് അവർക്ക് പരാതിയുടെയും പെറുവെറുപ്പിൻ്റെയും അവസരമല്ലായിരുന്നു, മറിച്ച് എപ്പോഴും കർത്താവിനോടുള്ള ആ ഒരു സ്തോത്രവും നന്ദിയും നിറഞ്ഞ ആ ഒരു സംഗീതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിപാട് 5:8 വായിച്ച് വീണ, പിന്നെ വെളിപാട് 14:2 വായിച്ചു, പിന്നെ വെളിപാട് 15:2 നമ്മളിപ്പം കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ആ വാക്യം നോക്കി. അവർ ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് ഹാർപ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വീണകൾ. ഇന്നത്തെ നമ്മൾ ഏറ്റവും വലിയ കമ്പനിയിലെ നമ്മുടെ കീബോർഡോ ഗിറ്റാറോ ഒക്കെ ഭയങ്കര നല്ല കാര്യം തന്നെ. നമുക്കത് അത് ദൈവമഹത്വത്തിനായിട്ട് വായിക്കുകയോ കാര്യങ്ങളും എല്ലാം ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളാരും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് എതിരല്ല. പക്ഷേ ഇന്ന് അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ വീണകളാണ് നമ്മളുടെ ഹൃദയത്തിൽ. അത് ദൈവത്തിൻ്റെ വീണകൾ എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കർത്താവിന് കീർത്തനം ചെയ്തു. മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട്. ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പം കർത്താവിനായിട്ടൊരു കീർത്തനമുണ്ട്, കർത്താവിനായിട്ടൊരു സംഗീതമുണ്ട്, ഒരു ഉത്തമ ഗീതമുണ്ട്. ആ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിൻ്റെ അരികെ എന്നുള്ള ട്രാൻസ്ലേഷൻ തെറ്റ പെരുങ്കടലിൻ്റെ മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ട് നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്ന 3-4 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാസനായ മോശ, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള ആ പദമൊക്കെ എത്ര സൂക്ഷിച്ചാണ് ദൈവവചനത്തിൽ പ്രയോഗിച്ചത്. നമ്മൾ പലപ്പോഴും കാഷ്വലായിട്ട് അത് ദൈവദാസനായത് എന്നാളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാസൻ എന്നുള്ള വാക്ക് ബോൺ സെർവൻ, ബോൺ സ്ലീവ്, ഡൂളോസ്, കർത്താവിനായിട്ട് കെട്ടപ്പെട്ട ഒരു അടിമദാസൻ എന്നുള്ളൊരു അർത്ഥമാണ്. കർത്താവിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും. അത് മോശയുടെ പാട്ട് കുഞ്ഞാട് പാട്ടെന്ന് പറയുമ്പോൾ ന്യായപ്രമാണവും പുതിയ നിയമവും ചേർന്ന് വരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ മോശയുടെ പാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. മോശയുടെ പാട്ടിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ മോശ പറയുന്ന ബേസിക്കലി എന്താ നമ്മൾ കണ്ടു. അത് കുതിരമേലിരിക്കുന്നവനെ ദൈവം തള്ളിയിട്ടു, ദൈവം അവനെ കൊന്നുകളഞ്ഞു എന്നുള്ളൊരു കാര്യം. കുതിരമേലിരിക്കുന്ന ഇത് ക്രിസ്തുവിനെ, അത് ഫറവോനും അതിൻ്റെ സൈന്യവുമൊക്കെ അതിനൊരു പ്രതിരൂപമായിരുന്നു. എന്നാൽ ഇത് ക്രിസ്തുവും ഇത് കുതിരമേൽ വരുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ വാക്യങ്ങളിൽ കണ്ടേ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ശത്രുവിനെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടേതായ ഒരു മുഷ്ടിയുദ്ധം കൊണ്ടല്ല, മറിച്ച് നാം നമ്മെ തന്നെ താഴ്ത്തി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവം നമുക്ക് തരുന്ന ശക്തിയിൽ കർത്താവ് നമ്മളെ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മൾ ആ കാലുകൊണ്ട് മെതിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാ മെതിക്കുന്നത് വെച്ചാൽ ദൈവമാണ് അവിടെ ക്രഷ് ചെയ്യുന്നതെന്ന് റോമർ 16:20 നമ്മൾ വായിക്കുന്നത്. ആൻഡ് ദ ഗോഡ് ഓഫ് പീസ് ഷാൽ സൂൺ ക്രഷ് സൈറ്റൻ അണ്ടർ യുവർ ഫീറ്റ്. നമ്മുടെ കാലിൻ്റെ കീഴിലാണ് മെതിക്കുന്നത്. പക്ഷേ ആരാ മെതിക്കുന്നത് വെച്ചാൽ ദൈവമാണ് മെതിക്കുന്നത്. നമ്മുടെ കാലുകൊണ്ടാണ് മെതിക്കുന്നത്, പക്ഷേ ദൈവമാണത് മെതിക്കുന്നത്. സമാധാനത്തിന് ദൈവമാണ് മെതിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ സാത്താനെ മെതിച്ച് അതേ കാര്യം തന്നെ മോശയുടെ പാട്ട് നമ്മൾ ആവർത്തന പുസ്തകത്തിലുള്ള മോശയുടെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അവിടെയും വെഞ്ചൻസ് ബിലോങ്സ് ടു ഗോഡ്. ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്, ദൈവമാണ് അവർക്ക്
ആ വിക്ടറി, ആ ഒരു ജയം നൽകി എന്നുള്ള കാര്യമൊക്കെയാണ് മോശയുടെ ആ ഒരു ആവർത്തന പുസ്തകത്തിലുള്ള പാട്ടൊക്കെ നമ്മളത് വായിച്ചായിരുന്നു. അപ്പം ആ കാര്യമാണ് നമ്മളിവിടെ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്. അവിടെ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ആ വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, ഇതിൻ്റെ പ്രവൃത്തികൾ, കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും കർത്താവിൻ്റെ വഴികളെക്കുറിച്ചും ഒക്കെ പറയുക. കർത്താവിൻ്റെ പ്രവൃത്തികൾ, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവിൻ്റെ വഴികൾ, കർത്താവിൻ്റെ വഴികൾ എന്ന് പറയുമ്പം ഓരോ സമയത്തും കർത്താവ് ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ പ്രവർത്തന രീതികൾ, പ്രവൃത്തികളും വഴികളും. നമ്മൾ ആ പ്രവൃത്തികളും വഴികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സങ്കീർത്തനം 103-7 വാക്യം, സാങ്ക്ബേറിൻ്റെ മെസ്സേജൊക്കെ കേട്ടിട്ടുള്ളവർ സാങ്ക്ബേർ പലപ്പോഴും ഊന്നി പറയുന്ന ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 103-7 വാക്യം നമ്മളത് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ? 103 സങ്കീർത്തനത്തിന് 7 വാക്യത്തിൽ അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. ഒത്തിരി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ചെങ്കടൽ വിടർന്നു, അല്ലെങ്കിൽ യെരിഹോ മതിൽ തകർന്നു, അല്ലെങ്കിൽ മരുഭൂമിയിലെ മന്ന കിട്ടി, കാടപ്പക്ഷികളെ അവർക്ക് കൊടുത്തു, ചെരുപ്പ് തേയാതിരുന്നു, വസ്ത്രം തേഞ്ഞു പോവാതിരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ഇസ്രായേൽ മക്കൾ കണ്ടു. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വഴികളെ കാണുവാൻ ആർക്കേ സാധിച്ചുള്ളൂ? മോശയ്ക്ക് സാധിച്ചുള്ളൂ. അത് അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ 103 സങ്കീർത്തനം. ഇവിടെയും നമ്മൾ പ്രവൃത്തികളെക്കുറിച്ചും വഴികളെക്കുറിച്ചും ഉള്ളൊരു ദൈവത്തെ സ്തുതി പറഞ്ഞുള്ളൊരു പാട്ടാണ്. നമ്മളിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമേ കാണുന്നുള്ളത്. ദൈവത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ വഴി. ആ വഴി പുതിയതും ജീവനുള്ള ഒരു വഴിയാണെന്ന് നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിൽ വായിക്കുന്നത്. ക്രൂസിൻ്റെ വഴിയാണ്, ഇടുക്കും ഞെരുക്കമുള്ള ക്രൂസിൻ്റെ വഴിയാണെന്ന് മത്തായി 7-13-14 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ സ്വയജീവനെ തകർക്കുന്ന, ദൈവത്തിൻ്റെ ജീവനെ നിറയ്ക്കുന്ന ആ ഒരു ജീവൻ്റെ പുതുവഴിയാണത്. അത് പരീക്ഷയിലുള്ളൊരു പോക്ക് വഴിയാണെന്നൊക്കെ 1 കൊരിന്ത്യർ 10-13 നമ്മൾ വായിക്കുന്നു. അപ്പം അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വഴികൾ. നമ്മൾ എബ്രായർ 3 ദൈവത്തിൻ്റെ വഴികളെ അവരറിഞ്ഞില്ല എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർ 3 അവസാനം നമ്മൾ അവിടെ അതിൻ്റെ 9-10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ they did not know my ways, അവിടെ 10 വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെ 10 വാക്യം എന്ന് പറഞ്ഞാൽ അത് സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു സങ്കീർത്തനം 95 സങ്കീർത്തനത്തിൽ നിന്നുള്ളൊരു കൊട്ടേഷനാണ്. അവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസം ഉണ്ടായി. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുക, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. മോശയ്ക്ക് മാത്രമേ വഴി അറിയാൻ സാധിച്ചുള്ളൂ എന്ന് ഇസ്രായേൽ മക്കളെ പ്രവർത്തികൾ മാത്രം കണ്ട് അത്ഭുതപ്പെട്ട ദൈവം അത് ചെയ്തു, ഇത് ചെയ്തു. ഇന്ന് തന്നെ നമ്മൾ ക്രിസ്തീയ ലോകത്ത് ഉള്ള സാക്ഷ്യങ്ങൾ, ദൈവം ഞങ്ങൾക്ക് പുതിയ വീട് തന്നു, പുതിയ കാറ് തന്നു, പുതിയ ബംഗ്ലാവ് തന്നു, ദൈവം നമുക്ക് അത് തന്നു, ഇത് തന്നു. ഒത്തിരി ഭൗതികമായിട്ടുള്ള എന്തൊക്കെയോ പല അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ അവർക്ക് സാക്ഷിയായിട്ട് പറയാനുള്ളൂ. പലയിടങ്ങളിലും അതാ വലിയ വലിയ സാക്ഷ്യവും ദൈവം നമുക്ക് അത് തന്നു. ശരിയാ, ദൈവം നമുക്ക് തരുന്ന നന്മകൾ, ദൈവം തരുന്ന നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ സാക്ഷ്യം. കർത്താവ് നമ്മളെ രക്ഷിച്ചു, കർത്താവ് നമ്മളെ നടത്തുന്നു, കർത്താവ് ആത്മീയമായിട്ട് നമുക്ക് എന്തെല്ലാം ഒരു വെളിപ്പാടും വിടുതലും പാപത്തെ ജയിക്കുന്നതും, കർത്താവിനെ പോലെ ഓരോ സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാനും, കർത്താവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന വിധങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ആ വഴികൾ, ആ ക്രൂശിൻ്റെ വഴി, ഞാൻ ചെറുതാകുന്ന കർത്താവ് വലുതാകുന്ന ആ ക്രൂശിൻ്റെ വഴിയെ അറിയുന്നവരാണോ, അതോ നമ്മൾ ജസ്റ്റ് പ്രവൃത്തികളെ മാത്രം അറിയുന്നവരാണോ, അതോ അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ദേ ഓൾവേസ് ഗോ എസ്ട്രേ ഇൻ ദെയർ ഹാർട്ട്. ചിലപ്പോൾ മാത്രമല്ല, എപ്പോഴും അങ്ങ് തെറ്റിപ്പോകും. ഓൾവേസ് ഗോ എസ്ട്രേ ഇൻ ദെയർ ഹാർട്ട് ആൻഡ് ഡിഡ് നോട്ട് നോ മൈ വേസ്. കർത്താവിൻ്റെ വഴികളെ അറിയാതെ പോയവർ. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകം 15:3 സർവശക്തിയുള്ള ദൈവമായ കർത്താവ് സർവശക്തനായ കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനൊക്കെ അവിടുത്തെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവയാണ്. സർവ്വജാതികളുടെയും രാജാവാണ്. എല്ലാ അവിശ്വാസികളുടെ എല്ലാം മീതെ ഓവറാർച്ചിങ് സോവറിറ്റി. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർച്ചാലുകളെ പോലാണെന്ന സദൃശവാക്കി 21:1 നമ്മൾ വായിക്കുന്നത്. അതുപോലെ ഏറ്റവും അധികാരത്തിലിരിക്കുന്നവരുടെയും ഹൃദയങ്ങളെ എങ്ങോട്ട് തിരിക്കണം എന്നുള്ള കാര്യമെല്ലാം ദൈവത്തിൻ്റെ ഒരു ഓവറാർച്ചിങ്. ദൈവം മനുഷ്യന് ഒരു ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു പരമാധികാരം അതിൻ്റെ മേലെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ സർവ്വജാതികളുടെയും രാജാവേ
ജാതികൾ കർത്താവിനെ രാജാവായിട്ട് അറിയാത്തപ്പോഴും ദൈവം അവരുടെയും മേലെ രാജാവായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞാടിൻ്റെ പാട്ട് പാടുന്നവർ അവർ അക്നോളജ് ചെയ്യുന്നത്, അവർ അംഗീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസികൾ അനേകർ കർത്താവിനെ അറിയാത്തവർ, എന്നാൽ അവർക്കും മീത് രാജാവായിട്ട്, അവരുടെയും രാജാവായിട്ട് ഉള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവും രാജാവുമായിട്ടുള്ള കർത്താവാണ്. നിൻ്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവയാണ് എന്നുള്ളൊരു കാര്യം, അത് കർത്താവിൻ്റെ അവിടെ അന്തിമ ന്യായവിധികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ന്യായവിധികൾ അത് സത്യവും നീതിയും ഉള്ളവയാണെന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവെ ആര് നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ആരും നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെ ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. കർത്താവാണ് ഏക പരിശുദ്ധൻ. നമുക്കെന്തെങ്കിലും പരിശുദ്ധി ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളിൽ തന്നെ നമുക്കൊരു പരിശുദ്ധിയില്ല, നമ്മുടെ ജീവിതത്തിൽ യാതൊരു നന്മയില്ല. കർത്താവിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ പരിശുദ്ധരാക്കി കർത്താവിനായിട്ട് വേർതിരിച്ച് നിർത്തുന്നു. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അത് ന്യായവിധികളൊക്കെ ന്യായവിധികൾ അത് കർത്താവിൻ്റെ ന്യായമായിട്ടുള്ള വിധികൾ, റൈറ്റസ് ആക്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. കർത്താവിൻ്റെ നീതിപൂർവമായിട്ടുള്ള ആ പ്രവൃത്തികൾ എല്ലാം വെളിപ്പെട്ടപ്പോൾ, ന്യായവിധിയും ആ ജഡ്ജ്മെൻറ്റും ഒക്കെ വെളിപ്പെടുമ്പോൾ അത് സകല ജാതികളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നമസ്കരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ 5-ാമത്തെ വാക്യം, ജീവമൊഴികൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജീവമൊഴികൾ വെബ്സൈറ്റിൽ jeevamozhigal.org പോയി ബുക്ക് സെക്ഷനിൽ നമ്മൾ അന്തിമ വിജയം പുസ്തകത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ 15-ാം അധ്യായം. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചും മാനത്തെ പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം എന്ന് വെളിപാട് 19:8 വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ദൂതന്മാർ ദൈവത്തിന്റെ ന്യായവിധി നടത്തുന്നവരാണ്. ഈ ന്യായവിധികൾ നീതിയുള്ളതാണ് എന്നാണ് അവരുടെ വസ്ത്രം സൂചിപ്പിക്കുന്നത്. അവരുടെ മാറത്ത് കെട്ടിയിരിക്കുന്ന കച്ചയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല എന്ന് യെശയ്യാവ് 11:3 യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നു. കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അനുസരിച്ച് മറ്റുള്ളവരെ വിധിക്കാനാണ് നമ്മുടെ സ്വാഭാവികമായ പ്രേരണ. പക്ഷേ യേശു അത് ചെയ്യുകയില്ല. കാരണം അവിടുന്ന് തൻ്റെ ഭൗതിക ഇന്ദ്രിയങ്ങളെ അല്ല വിശ്വസിച്ചിരുന്നത്. യേശു പലതും കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നാൽ അവയെ എല്ലാം തൻ്റെ പിതാവിന്റെ സവിധത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിതാവെ, ഈ ജഡം മൂലം എനിക്ക് തെറ്റായ നിലയിൽ വിധിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിധിക്കുന്നില്ല. ഞാൻ അവിടുത്തെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിതാവ് തന്നോട് വല്ലതും പറഞ്ഞാൽ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് യേശുവിന്റെ വിധികൾ എപ്പോഴും നീതിയുള്ളതാണ് ആയിരുന്നത്. ആരെയും വിധിക്കരുതെന്ന് അവിടുന്ന് പ്രസ്താവിച്ചതും അതുകൊണ്ട് തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അനുസരിച്ച് നാം ഒരിക്കലും വിധിക്കരുത്. കാരണം അതെപ്പോഴും അനീതിയുള്ള വിധിയായിരിക്കും. നമ്മൾ വെളിപാട് 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് എത്തി. ആഫ്റ്റർ ദീസ് തിങ്സ്, ഇതിൻ്റെ ശേഷം. അപ്പം ഈ കുഞ്ഞാടിൻ്റെ പാട്ടൊക്കെ ഇവരെ പാടുന്നതും കുഞ്ഞാടിൻ്റെയും മോശയുടെയും പാട്ടൊക്കെ ജയാളികൾ പാടുന്നതൊക്കെ അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലൻ നോക്കുന്നു. അപ്പോൾ എന്താ കാണുന്നേ? ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. അപ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ടെമ്പിൾ ഓഫ് ദ ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി ഇൻ ഹെവൻ. അതെ, അതിൻ്റെ 5-6 വാക്യങ്ങളാണ് നമ്മളിപ്പം വായിച്ച് കേട്ടെ. അപ്പം അവിടെ സ്വർഗത്തിലെ സാക്ഷി കൂടാരം, ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ കാര്യം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ വായിക്കുമ്പം ആദ്യം ദൈവം അവിടെ ഒരു പെട്ടകം, ആർക്ക്
ഉണ്ടാക്കാനാണ് മോശയോട് ആദ്യം പറയുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിലേക്കൊന്ന് തിരിയുവാണെങ്കിൽ അവിടെ ഈ അതിനെ സാക്ഷ്യപ്പെട്ടകം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പുറപ്പാട് 25-ൻ്റെ 10 മുതലുള്ള 8 മുതലുള്ള വാക്യങ്ങളില്ല, അവിടെ ദൈവം പറയുവാണ്, പുറപ്പാട് 25-ൻ്റെ 8, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ. ദൈവത്തിന് നമ്മുടെ നടുവിൽ വസിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം അന്ന് പഴയ നിയമത്തിലേ ഉണ്ടായിരുന്നു. ഇന്ന് യേശു നമ്മുടെ നടുവിൽ വന്ന്, യേശു നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ കുടുംബത്തിലും സഭയിലും ഒക്കെ വന്ന് വസിക്കുന്നു. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിലായി തീർന്ന ഒരു വാക്യമൊക്കെ നമുക്കറിയാം. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് വെളിപാട് 21-ലെ ആ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ടാബർനാക്കിൾ 3-ാമത്തെ വാക്യം, വെളിപാട് 21-ൻ്റെ 3, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. ദൈവത്തിൻ്റെ ആ വലിയ ആഗ്രഹം അവിടെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അതിൻ്റെ ഒരു പാരമ്യം, അതിൻ്റെ ആ ഒരു സാഫല്യത്തിൻ്റെ പാരമ്യം എന്നുവെച്ചാൽ ഏറ്റവും അറ്റ്മോസ്റ്റായിട്ടത് സബലീകരിക്കപ്പെടുന്നത്. അത് പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ചെറിയൊരു പൂർത്തീകരണം ഉണ്ടായിരുന്നു. പിന്നെ ദേവാലയമൊക്കെ അവർ പണിതപ്പോൾ ശലോമോൻ്റെ ദേവാലയവും എസ്രാ നെഹമ്യ കാലത്തിലുള്ള ദേവാലയത്തിലുമൊക്കെ അതിൻ്റെ ഒരു ഭാഗികമായ പൂർത്തീകരണം ഉണ്ടായിരുന്നു. യേശു ഭൂമിയിൽ വസിച്ചപ്പോഴും ദൈവത്തിന് ഒരളവിൽ മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. ഇന്ന് സഭയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ സഭയിലൂടെ കർത്താവ് നമ്മളുടെ മധ്യത്തിൽ വസിക്കുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും പരമമായ പൂർത്തീകരണം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും, ഈവൻ എന്താണ് പറഞ്ഞ കർത്താവ് അതിനു മുമ്പേ ഉള്ള സഹസ്രാബ്ദ വാഴ്ചയിലുമൊക്കെ കർത്താവ് ഭൂമിയിൽ വാഴുന്നു എന്ന ഏറ്റവും ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിലായി എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മളവിടെ വെളിപാട് പുസ്തകം 21-ൻ്റെ 3 ഇപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പം തിരിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം വെളിപാടിൽ നിന്ന് പുറപ്പാടിലേക്കും പുറപ്പാടിൽ നിന്ന് വെളിപാടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത് തമ്മിലൊരുപാട് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പം പുറപ്പാട് 25-ൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസം അതിൻ്റെ ഉപകരണങ്ങൾ ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ദൈവം കാണിക്കുന്ന ആ സ്വർഗത്തിൻ്റെ മാതൃകയെക്കുറിച്ചൊക്കെ അത് നമ്മൾ എബ്രായ ലേഖനത്തിൽ ആ മാതൃകയെക്കുറിച്ചൊക്കെ 9:4 എബ്രായർ 9:4 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവാണ് നമുക്കുള്ള ഒരു മാതൃക. ആ സ്വർഗീയ മാതൃക യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണ് അത് വെളിപ്പെട്ടതെന്ന് നമ്മൾ 1 പത്രോസ് 2:21 കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു പോയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഈ സമാഗമന കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് നിയമപെട്ടകം അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകം, ദ ആർക്ക് ഓഫ് ടെസ്റ്റിമണി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? 10-ാമത്തെ വാക്യത്തിൽ അക്കേഷ്യ വുഡ് കൊണ്ട് വേണം, അത് ഖദിര മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ, പെട്ടകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബോക്സ്, ഒരു ബോട്ടല്ല, ഒരു ബോക്സ് മാതിരി, ഒരു ബോക്സ്, ഒരു റെക്റ്റാങ്കുലർ ബോക്സ്. അപ്പോൾ ആ ബോക്സിന് റിങ്സ് ഉണ്ടാവണം, അത് സ്വർണം ഓവർലേ ചെയ്തിട്ടുള്ള പോൾ വേണം അതിന്. അത് റിങ്സ് എന്ന് പറഞ്ഞാൽ വളയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തരുവാനിരിക്കുന്ന സാക്ഷ്യം, അതായത് 16-ാമത്തെ വാക്യത്തിൽ നമ്മളെന്താ വായിക്കുന്നത് വളയത്തെക്കുറിച്ചും, പിന്നെ അതിൻ്റെ പോൾസ് 13-ാമത്തെ വാക്യത്തിൽ തണ്ടുകൾ, അതാ പോൾസ്. നമ്മൾ ഇങ്ങനെ അതിൻ്റെ എന്തെങ്കിലും പിക്ചർ ഇതിനകത്തൊന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കട്ടെ, ഒരു സെക്കൻഡ്. നമ്മുടെ ഇതിൻ്റെ ആ ഒരു സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഈ ഒരു പിക്ചറിനകത്ത് ചെറിയൊരു ഇതുപോലൊരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വേർതിരിക്കുന്ന തിരശ്ശീലയാണ്. ആ തിരശ്ശീലയിൽ തന്നെ കെരൂബുകളുടെ ചിത്രപ്പണി നമ്മൾ കാണുന്നുണ്ട്. ഇനി സാക്ഷ്യപ്പെട്ടകം ഈ ബോക്സാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ മേലെ റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡ് ഓവർലേ ചെയ്ത് അക്കേഷ്യ വുഡ് അല്ലെങ്കിൽ ഖദിരമരം അല്ലെങ്കിൽ പൊന്ന് ഓവർലേ ചെയ്ത് കെരൂബുകളുടെ ചിത്രപ്പണി ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ കെരൂബുകൾ, അതിൻ്റെ മേലെയാണ് മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം. കൃപാസനം എന്നുള്ള പേരിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പഴയ നിയമത്തിൽ അവിടെയാണ് കൃപാസനം. ആ കൃപാസനം എന്നുള്ള വാക്ക് അത് വാക്ക് എബ്രായ ബൈബിള് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട യേശുവിൻ്റെ കാലത്തൊക്കെ എബ്രായ ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു സെപ്റ്റുവാജിൻ്റ് എന്ന് പറഞ്ഞൊരു പരിഭാഷയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്ക് ഹിലാസ്റ്റീരിയോൺ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതേ വാക്ക് തന്നെയാണ് റോമർ 3:25 കർത്താവ് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറയുമ്പോൾ ആ പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് ഈ ഹിലാസ്റ്റീരിയോൺ എന്നുള്ളൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ കർത്താവാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മേഴ്സി സീറ്റ്. കർത്താവിൻ്റെ രക്തം ആ മേഴ്സി സീറ്റിലെ അന്ന് പൂഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തമായിരുന്നു അഹരോന് പാപപ്രായശ്ചിത്ത ദിനത്തിൽ തളിച്ചതെങ്കിൽ എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്തമാണ്. അതിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അത്. അപ്പോൾ ആ പെട്ടകത്തിനകത്ത് എന്ത് വെക്കണമെന്ന് ചോദിച്ചാൽ നിയമം വെക്കണം, അല്ലെങ്കിൽ ന്യായപ്രമാണം വെക്കണം എന്നുള്ളൊരു കാര്യം. ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് അതെ. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് പുറപ്പാട് 25:16 വാക്യത്തിൽ ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം അല്ലെങ്കിൽ ടെസ്റ്റിമണി യു ഷൽ പുട്ട് ഇൻ ടു ദ ആർട്ട് ദ ടെസ്റ്റിമണി വിച്ച് ഐ ഷൽ ഗിവ് യു. അതായത് ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഈ സാക്ഷ്യപ്പെട്ടകം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ മോശയോട് കൽപ്പിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. പിന്നീട് ന്യായപ്രമാണമൊക്കെ നൽകുന്നത്. അപ്പോൾ ആ ന്യായപ്രമാണം അത് ഇതിൽ വെക്കണം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ ആ സാക്ഷ്യപ്പെട്ടകത്തിൽ അഹരോൻ്റെ വടിയും പിന്നെ മന്ന ഉള്ള സ്വർണ്ണ ജാറും ഒക്കെ വെക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പിന്നീട് അത് കാണുന്നുണ്ട്. അത് എബ്രായർ 9-ാം അധ്യായത്തിലൊക്കെ ആ കാര്യങ്ങളൊക്കെ ആ സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാക്ഷി കൂടാരം എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പം കണ്ട സാക്ഷി കൂടാരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാക്ഷി കൂടാരം എന്ന് പറയാൻ കാരണം കർത്താവിൻ്റെ സാക്ഷ്യമായിട്ടുള്ള നിയമം ഈ പെട്ടകത്തിനുള്ളിൽ വെക്കണം. അതിന് ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ, കൽപ്പലകകൾ, ന്യായപ്രമാണം എഴുതിയ കൽപ്പലകകൾ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. നമ്മളവിടെ എബ്രായർ എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പെട്ടകത്തിനുള്ളിൽ വെച്ചിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചിരുന്നതെന്നുള്ള കാര്യം നമ്മളവിടെ എബ്രായർ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായർ 9:4 വാക്യത്തിൽ തന്നെ അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം, അതായത് ഗോൾഡൻ ഓൾട്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും, അതാ നമ്മൾ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യപ്പെട്ടകം, അതായത് ആർക്ക് ഓഫ് ടെസ്റ്റിമണി നമ്മളിപ്പം വായിച്ച്, അതിനകത്ത് എന്തൊക്കെയാണ്? മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, ഗോൾഡൻ ജാർ ഹോൾഡിങ് ദ മന്ന. പുറപ്പാട് 16-ന്റെ അവസാനത്തെ വാക്യത്തിൽ മന്ന അതിവിശുദ്ധ സ്ഥലത്ത് വെക്കണം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അത് മാത്രം പുഴുവരിച്ചില്ല, ബാക്കി എല്ലായിടത്തും പുഴുവരിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ അതിൻ്റെ ആത്മീയാർത്ഥങ്ങളൊക്കെ നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ടല്ലോ. നമുക്ക് ദൈവം വെളിപ്പാടായിട്ട് ആത്മാവിൽ തരുന്ന ദൈവവചനം അതെപ്പോഴും ഫ്രഷായിട്ടിരിക്കും. അത് അറിവിലുള്ള വചനമൊക്കെ നമ്മളെ ചീർപ്പിച്ച് അത് പുഴുവരിക്കും, നമ്മളെ നിഗളിക്കത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പം അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും, ആത്മീയാധികാരത്തെ സൂചിപ്പിക്കുന്ന അഹരോൻ്റെ തളർത്ത വടി, അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. ദൈവത്തിൻ്റെ അധികാരം ദൈവം അവിടെ സാക്ഷിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ ദൈവികമായിട്ടുള്ള അധികാരം മോശയ്ക്കും അഹരോനൊക്കെ കൊടുത്ത ഒരു കാര്യമൊക്കെ നമ്മളവിടെ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അഹരോൻ്റെ തളർത്ത വടിയും പിന്നെ നിയമത്തിൻ്റെ കൽപ്പലകകളും, ടേബിൾസ് ഓഫ് ദ കവനൻറ്റ്. അപ്പോൾ അതൊക്കെ ഈ സാക്ഷ്യപ്പെട്ടതിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അതാ സാക്ഷ്യപ്പെട്ടത്. നമ്മൾ പുറപ്പാട് 25-ലേക്ക് തിരിച്ച് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലും കൃപാസനത്തെ, അതായത് മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടകത്തിൻ്റെ മേലുള്ള ഒരു ലിഡ് മാതിരി, അടപ്പ് മാതിരി ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം. അപ്പോൾ ദൈവം ആ കെരൂബുകൾക്ക് ഇടയിൽ നിന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ദൈവം നോക്കുമ്പം ഇത് നിയമമുണ്ട്, എന്നാൽ നിയമം മനുഷ്യർ ലംഘിച്ചിരിക്കുന്നു എന്ന ആ കൃപാസനത്തിന് മേലെയുള്ള തളിക്കപ്പെട്ട രക്തം കണ്ട്, യേശുവിൻ്റെ രക്തം കണ്ട് ദൈവം നമ്മോട് കരുണ കാണിച്ച ആ കൃപാസനത്തിൽ നിന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ എത്ര വലിയ പ്രതീകങ്ങൾ, ആഴത്തിലുള്ള പ്രതീകങ്ങളൊക്കെയാണ് പഴയ നിയമത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം, അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ വളരെ അത് അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. അവിടെ ഞാൻ നിനക്ക്, അതാ പുറപ്പാട് 25-25, അവിടെ 25-22, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുവാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യുന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതാ സാക്ഷ്യപ്പെട്ടകം. അപ്പോൾ ആ സാക്ഷ്യപ്പെട്ടകമുള്ള സമാഗമന കൂടാരത്തെ സാക്ഷി കൂടാരം. അപ്പോൾ ആ സാക്ഷി കൂടാരം അത് സ്വർഗത്തിൻ്റെ മാതൃകയിൽ വേണം, സ്വർഗത്തിൽ നിന്ന് കാണിക്കുന്ന മാതൃക, ഉയരത്തിൽ നിന്ന് കാണിക്കുന്ന ആ സ്വർഗീയ മാതൃക പ്രകാരം വേണം നിർമ്മിക്കാനെന്നാണ്
മോശയോട് ദൈവം അരുളി ചെയ്തതായിട്ട് നമ്മളിപ്പം പുറപ്പാട് 25 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ ആ ഒരു മാതൃക, അതിൻ്റെ യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ഒരു കോപ്പി, ഒരു ഷാഡോ മാത്രമായിരുന്നു ഈ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ എബ്രായർ 8:5 വാക്യത്തിൽ, കൂടാരം തീർക്കാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ആ സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗീയമായതിന് ദൃഷ്ടാന്തവും നിഴലുമായിരുന്നു, കോപ്പിയും ഷാഡോ ഒക്കെ ആയിരുന്നു. എന്നാൽ ആ ഒറിജിനലായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ആ ഒരു മാതൃക, അത് യേശുവും ആ സ്വർഗസിംഹാസനവും, അവിടെ നമ്മളിപ്പോൾ നമ്മൾ തിരിച്ച് വെളിപ്പാട് 15:5 വരുമ്പോൾ സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം, യഥാർത്ഥത്തിൽ അവിടെ ദേവാലയം കുഞ്ഞാട് തന്നെ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ പിന്നീട് തുടർന്ന് വായിക്കുന്നത്. വെളിപ്പാട് 21:22 നമ്മൾ വായിക്കുന്നത്, മന്ദിരം അതിൽ ഞാൻ കണ്ടില്ല, ഐ സോ നോ ടെമ്പിൾ ഇൻ ഇറ്റ്, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. പിതാവും യേശുവും തന്നെയാണ് അതിൻ്റെ മന്ദിരം. അപ്പോൾ അവിടെ മന്ദിരം തുറക്കപ്പെട്ടു എന്ന് വായിക്കുമ്പോൾ അവിടെ യേശുവിനെക്കുറിച്ചുള്ളൊരു അധികമായിട്ടൊരു വെളിപ്പാടുണ്ടായി. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥത്തിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. അപ്പോൾ തുറന്നപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? 6-ാമത്തെ വാക്യത്തിൽ 7 ബാധയുള്ള 7 ദൂതന്മാരും, അതായത് 7 ഏഞ്ചൽസ് ഹു ഹാഡ് ദ 7 പ്ലേഗ്സ്, ഈ 7 ബാധകളുള്ള കലശങ്ങളുമായിട്ടാണ് 7 ദൂതന്മാർ നിൽക്കുന്നത്. അപ്പം 7 ദൂതന്മാർ 7 കാഹളങ്ങളുമായിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഓരോ കാഹളത്തിൻ്റെ സമയത്തും ഓരോ കലശത്തിൽ നിന്നുള്ള ബാധ ഒഴിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ 16-ാം അധ്യായത്തിൽ തുടർന്ന് ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഓരോ കാഹളത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കലശത്തിൽ നിന്നുള്ള ബാധകൾ ഒഴിക്കപ്പെടുന്നു ഭൂമിയിലേക്ക് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഇപ്പം നമ്മൾ വായിച്ച് വെളിപ്പാട് 15:6 7 ബാധയുള്ള 7 ദൂതന്മാരും അവർ എങ്ങനെ അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച്, ക്ലോത്ത്ഡ് ഇൻ ലിനൻ ക്ലീൻ ആൻഡ് ബ്രൈറ്റ് എന്നുള്ളൊരു കാര്യം. അതിപ്പം നമ്മളിപ്പം അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ ഒരു റെഫറൻസ്, അതുപോലുള്ളൊരു വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന എവിടെ? വെളിപ്പാട് 19:8 വാക്യത്തിൽ അവിടെ കുഞ്ഞാടിൻ്റെ കാന്ത തന്നെ ഒരുക്കി എന്ന് വായിക്കുമ്പോൾ ശുദ്ധവും ശുഭ്രവും, ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള അതേ പ്രയോഗം നമ്മളവിടെ വെളിപ്പാട് 19:8 നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. അപ്പോൾ ആ ദൈവത്തിൻ്റെ നീതിയെ സൂചിപ്പിക്കുന്നതാണ് ശുഭ്രവും ശുദ്ധവുമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. അപ്പം അതേ പോലുള്ള വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള ശണവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ ദൂതന്മാർ ഈ ബാധകൾ ഒഴിക്കുന്നത്. എന്ന് പറയുമ്പോൾ ബാധകൾ ഒഴിക്കുന്നത് പറയുമ്പോൾ നമ്മളൊരിക്കലും ഇത് എത്ര അനീതിയാണെന്ന് നമുക്ക് മാനുഷികമായിട്ട് തോന്നുന്നു. അയ്യോ, ഈ മനുഷ്യരുടെ മേലെ ദൈവം ഇങ്ങനെ ബാധകൾ അഴിക്കുന്നത് എത്ര ക്രൂരമാണെന്നൊക്കെ നമുക്ക് ചിലപ്പം നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് മാനുഷിക ബുദ്ധിയിൽ തോന്നാം, നമ്മുടെ ഒന്നും തന്നെ ഒരു ബുദ്ധിയിൽ. എന്നാൽ ദൈവം അത് ഏറ്റവും നീതിപൂർവ്വമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൻ്റെ സൂചനകളാണ് നമ്മളിപ്പം ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മാറത്ത് പൊൻകച്ച് കിട്ടിയ ആളെ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടു. ആരാധ യേശു കർത്താവിനെ തന്നെ അവിടെ മാറത്ത് പൊൻകച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാട്ടുകളിലൊക്കെ പാടുന്ന നമ്മൾ ഏത് വാക്യത്തിൽ നിന്ന് അത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ വെളിപാട് 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി, വെളിപാട് 1:13 നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി എന്ന് പറഞ്ഞാൽ താഴെ വരെ റീച്ച് ചെയ്യുന്ന ആ റോബ് ധരിച്ച് മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി, അതാ ഗേർഡഡ് അക്രോസ് ഹിസ് ചെസ്റ്റ് വിത്ത് എ ഗോൾഡൻ സാഷ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പം ആ പൊൻകച്ച അത് നീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ യെശയ്യാവ് 11:5 നിന്ന് ആ സമയത്ത് നമ്മളത് കണ്ടായിരുന്നു. യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഈ സാഷ് അല്ലെങ്കിൽ ഗേർഡിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് എന്തിനെ കുറിക്കുന്നു? യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ വചനം കൊണ്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം എന്താ? യെശയ്യാവ് 11:5 നീതി അവൻ്റെ നടുക്കെട്ടെന്ന് പറയുമ്പോൾ ബെൽറ്റ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, നടുക്കെട്ടും നടുവിലുള്ള കെട്ട് ബെൽറ്റ്, വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ഫെയ്ത്ത്ഫുൾനെസ് ദ ബെൽറ്റ് അബൌട്ട് ഹിസ് വേസ്റ്റ് എന്നുള്ളൊരു ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയും നീതിയും കുറിക്കുന്ന കാര്യമാണ് ഈ അരക്കച്ചയും നടുക്കെട്ടുമൊക്കെ. അത്
യേശുവിൻ്റെ വസ്ത്രത്തിൽ, അതായത് ഇപ്പം അന്ന് അവർ ധരിച്ചിരിക്കുന്ന റോബൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു ബെൽറ്റ് മാതിരി ഒരു ഗേർഡിൽ വേണമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ വസ്ത്രം എല്ലാം കൂടെ അഴിഞ്ഞു പോയേക്കാം എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമ്മൾ പാൻസിന് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അത് ലൂസായി പോകുമെന്ന് പറയുന്നത് പോലെ, അതുപോലെ ആ വസ്ത്രത്തെ അത് സ്ഥാനത്ത് നിർത്തുന്ന ഒരു ബെൽറ്റ് എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ നീതി. ഇപ്പം ആ നീതി എന്ന നമ്മൾ സർവായുധ വർഗത്തിലും ഇതേപോലെ ഇപ്പം ഈ നമ്മുടെ ദൂതന്മാരുടെ വസ്ത്രം നമ്മളിപ്പം വായിച്ചപ്പം അത് യേശുവിനും ആ പൊൻകച്ചയുടെ കാര്യം നമ്മൾ വായിച്ചു. സർവായുധ വർഗത്തിൽ നമുക്കും ആ അതേ ബെൽറ്റിൻ്റെ കാര്യം നമ്മുടെ വായിക്കുമ്പോൾ എന്താ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ഇവിടെ ബെൽറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ് നമ്മളവിടെ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും എന്ന് വായിക്കുന്നത്. അപ്പോൾ ആ സത്യം, നീതി, വിശ്വസ്തത ഇതെല്ലാം ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സത്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സത്യം, ദൈവത്തിൻ്റെതായുള്ളൊരു സത്യവും നീതിയും വിശ്വസ്തയും ഇല്ലെങ്കിൽ അത് ഒരാളുടെ വസ്ത്രം അഴിഞ്ഞു പോകുന്നത് നഗ്നത വെളിവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അത് തെറ്റായൊരു സാക്ഷ്യം, നമ്മൾ കാരണം കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. വെളിപാട് 16:15 16:15 വെളിപാട് 16 ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എല്ലാവരുടെയും കൈ കഴിച്ചെന്ന് വിചാരിക്കുന്നു. വെളിപാട് 16:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ കള്ളനെ പോലെ വരും, നിന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഉടുപ്പ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? തേച്ച് പെട്ടിയിലാക്കി സൂക്ഷിക്കുന്ന കാര്യമല്ല. ഉടുപ്പ് സൂക്ഷിക്കണമെങ്കിൽ ആ ഉടുപ്പ് കീപ്സ് ഹിസ് ക്ലോത്ത്സ്, അവൻ്റെ ഉടുപ്പ് അവൻ്റെ അതേ രീതിയിൽ സൂക്ഷിക്കണമെങ്കിൽ, അതിൻ്റെ ഇൻടാക്ട് പ്ലേസിലായിരിക്കണമെങ്കിൽ ഒരു ബെൽറ്റ് വേണം. സത്യത്തിൻ്റെ, കർത്താവാകുന്ന സത്യത്തിൻ്റെ ഒരു പൊൻകച്ച നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് കർത്താവിന് ആ പൊൻകച്ച ഉണ്ടായിരുന്നു, നമുക്കും ആ പൊൻകച്ച വേണം. അത് പൊൻകച്ചയാണ്. പൊന്ന് ദൈവത്തിൻ്റെ ദൈവികമായ ഒറിജിനെ ദൈവികമായ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷികമായിട്ടുള്ളൊരു നീതിയല്ല, ദൈവികമായൊരു നീതി, ദൈവികമായൊരു സത്യം വേണമെന്നുള്ളൊരു കാര്യം. അതേപോലുള്ള പൊൻകച്ച ആരും ധരിച്ചിരുന്നു, പഴയ നിയമത്തിൽ ധരിച്ചിരുന്നു ചോദിച്ചാൽ ലേവ്യ പുരോഹിതർ ധരിച്ചിരുന്നതായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം 28-ലും 29-ലും വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 28-4 പ്രീസ്ലി ഗാർമെൻറ്റ്സ്, പുരോഹിത വസ്ത്രങ്ങൾ. നമ്മളാണ് രാജകീയ പുരോഹിത വർഗ്ഗം എന്നൊക്കെ 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. അത് ലേവ്യ പുരോഹിത വർഗ്ഗമായിരുന്നു പഴയ നിയമത്തിൽ. നമ്മൾ അതിലും മേലെയുള്ള മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള വലിയ പുരോഹിത വർഗ്ഗമാണ്. അപ്പം പുറപ്പാട് 28:4 അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം എന്ന് പറയുമ്പം ബ്രസ്റ്റ് പീസ്, എഫോദ് ഒരു വസ്ത്രത്തിൻ്റെ ഒരു ലെയറിന് പറയുന്നൊരു പേരാ, നീളമുള്ള കുപ്പായം, റോബ്, ചിത്രത്തൈലുള്ള നിലയങ്കി, ട്യൂണിക് ഓഫ് ചെക്കേർഡ് വർക്ക്, മുടി, ടേബൻ. ഓരോന്നിൻ്റെ ഇംഗ്ലീഷും കൂടെ ഞാൻ പറയുക. മുടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലമുടിയല്ല, ഈ ടേബൻ തലപ്പാവിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നടുക്കെട്ട്. ആ നടുക്കെട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സാഷാണ്. ഈ സാഷ് എന്നല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പൊൻകച്ച, അത് പുരോഹിതന്മാരുടെ വസ്ത്രത്തിലുമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പുരോഹിത വസ്ത്രം അത് ഇൻടാക്റ്റായിട്ട് വെക്കുന്ന ഒരു സാഷ്, ഒരു നടുക്കെട്ട്, അത് അരയിൽ ഒരു നടുവിലുള്ളൊരു കെട്ട്. നമ്മൾ 29-ാം അധ്യായത്തിലും അതേ കാര്യം തന്നെ വീണ്ടും കാണുന്നുണ്ട്. 29-9 വാക്യം, അഹരോന്റെയും പുത്രന്മാരുടെ അരയ്ക്ക് നടുക്കെട്ട് കിട്ടി അവർക്ക് തലപ്പാവ് വെക്കണം. യു ഷൽ ഗേർഡ് ദം വിത്ത് സാഷസ്. അപ്പോൾ ആ നടുക്കെട്ട് അത് നീതിയെ, വിശ്വസ്തതയെ, സത്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് യേശുവിനുണ്ടായിരുന്നു, പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്കുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ പുരോഹിതരായ നമുക്ക് ഉണ്ടാകണം. സർവായുധ വർഗത്തിലും അത് സർവായുധ വർഗവും പുരോഹിത വസ്ത്രവും മണവാട്ടി വസ്ത്രവും എല്ലാം നമ്മളെ കർത്താവ് തരുന്ന ആവരണത്തിൻ്റെ ഒരു പ്രതീകങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സർവായുധ വർഗമാവട്ടെ, പുരോഹിത വസ്ത്രമാവട്ടെ, മണവാട്ടി വസ്ത്രമാവട്ടെ, എല്ലാം ഒന്ന് തന്നെ. എന്നാൽ അത് പരിശുദ്ധാത്മ നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ, ഒരു കപ്പ് നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. ആ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ എന്താ, ആ കപ്പ് കാണത്തില്ല, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അതൊരു വസ്ത്രമായിട്ട്
പരിശുദ്ധാത്മാവിനെ ധരിക്കണം, ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ കാത്തിരിക്കണം എന്നൊക്കെ ലൂക്കോസ് 24:49 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ധരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു സത്യത്തിൻ്റെ പൊൻകച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു സത്യവും നീതിയും വിശ്വസ്തതയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊരു ആത്മീയ പാഠമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത്. നമ്മൾ കുറേ വാക്യങ്ങളൊക്കെ കണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അത് എന്നാൽ ഓരോ വാക്യത്തിൽ നിന്ന് ആ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവം ഇതിൻ്റെ എല്ലാം ഒരു പ്രതീകം അവിടെ എല്ലാം വെച്ചിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഇത്രയും ആഴത്തിലുള്ള മീനിങ് ഒക്കെ ദൈവവചനത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം എന്ന രാജാക്കന്മാരുടെ നമ്മൾ സദൃശവാക്യം 25:2 എന്താ വായിക്കുന്നത്? സദൃശവാക്യം 25:2 കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. നമ്മൾ രാജകീയ പുരോഹിത വർഗം. അപ്പം ഈ വചനത്തിന് ആഴങ്ങൾ ആരാഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെ വെളിപ്പാടായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു അധികം കർത്താവിന് വേണ്ടി സത്യത്തോടെ നീതിയോടെ വിശ്വസ്തയോടെ നിൽക്കാൻ നമ്മളത് സഹായിക്കണം. അപ്പം യേശുവിന് ഈ പൊൻകച്ച നമ്മൾ വായിച്ചു വെളിപ്പാട് 1:13 പുരോഹിത വർഗത്തിൽ അവിടെ പുറപ്പാട് പുസ്തകം 28-ലും 29:9 ഒക്കെ നമ്മൾ വായിച്ചു. 28:4, 29:9 ഒക്കെ നമ്മൾ വായിച്ചു. പിന്നെ അത് സർവായുധ വർഗത്തിലുള്ള ആ ഒരു പൊൻകച്ചയെക്കുറിച്ച്, ആ ഒരു അരക്കച്ചയെക്കുറിച്ച് നമ്മൾ കണ്ടു, സത്യമെന്ന അരക്കച്ച. പിന്നെ ഇത് അവർക്കൊന്നും മാത്രമല്ല, നമുക്കും യേശുവിനും നമുക്ക് മാത്രമല്ല ഈ ദൂതന്മാർക്കും ഈ പൊൻകച്ച ഉണ്ടായിരുന്ന കാര്യം നമ്മളിപ്പം വായിച്ചു നിർത്തി. അതാ നമ്മൾ തിരിച്ച് വെളിപാട് 15 6 വാക്യത്തിലേക്ക് വരുമ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതെ പിന്നെ നമ്മളിപ്പം വെളിപാട് അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് നമ്മളത് വായിച്ചു. നമ്മൾ വെളിപാട് 19:8 ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ശുദ്ധവും ശുഭ്രവും എന്നുള്ള വാക്ക് ഈ ദൂതന്മാരും ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഏറ്റവും നീതിയായിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്ന കാര്യമായിട്ട് നമ്മളവിടെ കാണുന്നു. പിന്നെ യെശയ്യാവ്, അപ്പം ദൈവം വിധിക്കുന്നത് എങ്ങനെയാണ്? നീതിപൂർവ്വമാണ് വിധിക്കുന്നത്. അപ്പോൾ അത് യെശയ്യാവ് 11:2-3 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്ന വാക്യങ്ങൾ. അവിടെ യേശു താൻ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഒന്നും വിധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത്. ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം കർത്താവ് അവിടം കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും കൊണ്ടൊരു അഭിപ്രായം ഫോം ചെയ്തില്ല. കാഴ്ചപ്രകാരം വിധിക്കരുതെന്ന് കർത്താവ് യോഹന്നാൻ 7:24 പറയുന്നത്. എങ്ങനെ വിധിക്കണം? നീതിയോടെ വിധിക്കണം. നീതിയോടെ വിധിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചതുപോലെ അത് ദൈവത്തിന് മുമ്പാകെ, പിതാവിന് മുമ്പാകെ കൊണ്ടുവന്ന കർത്താവെ ഇങ്ങനെ പല കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്നാൽ അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അപ്പം പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ താൻ കേൾക്കുന്ന ആ ഒരു ശബ്ദം, ആ ഒരു ആത്മാവിലുള്ള ആ ഒരു വെളിപ്പാട്, അതാ കർത്താവ്, അങ്ങനെയാണ് കർത്താവ് നീതിയോടെ വിധിച്ചേ. അത് യോഹന്നാൻ 7:24 നീതിയോട് വിധിക്കണം, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയോട് വിധിക്കണമെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ആദ്യം തന്നെ ആ പാപത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സഹോദരിയെ പരീശന്മാരെല്ലാം എന്ത് ചെയ്തു? കാഴ്ചപ്രകാരം വിധിച്ചു. എന്നാൽ കർത്താവ് നീതിയോട് വിധിച്ചു. കർത്താവ് അവളെ കല്ലെറിയാൻ നിന്നില്ല, അവളെ രക്ഷിച്ചു, ആ കല്ലറയിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ നീതിയോട് വിധിച്ചിട്ട് താൻ എങ്ങനെ, അത് കഴിഞ്ഞിട്ട് പറയുവാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. താൻ എങ്ങനെ അവർക്ക് വെളിച്ചമായി, ആ സഹോദരിയോടുള്ള പെരുമാറ്റത്തിൽ താൻ എങ്ങനെ അവർക്ക് വെളിച്ചമായി ഇരുന്നു എന്നുള്ള കാര്യം കർത്താവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് യോഹന്നാൻ 8:11 വരെയുള്ള വാക്യങ്ങളിൽ ആ സഹോദരിയെ കർത്താവ് ഇനി പാപം ചെയ്തത് ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് പറയുന്നൊരു കാര്യവും, പിന്നെ വീണ്ടും കർത്താവ് പറയുക, ഞാൻ ലോകത്തിന് വെളിച്ചമാണ്, നിങ്ങളിപ്പം എൻ്റെ ജീവൻ്റെ വെളിച്ചം നിങ്ങളിപ്പം കണ്ടു, എൻ്റെ ജീവൻ്റെ നിത്യജീവൻ്റെ സ്വഭാവത്തിൻ്റെ വെളിച്ചം കണ്ടു, ഞാൻ എങ്ങനെ പാപികളോട് പെരുമാറുന്നത്, എങ്ങനെ പരീശന്മാരോട് പെരുമാറിയേ. പരീശന്മാരോട് കർത്താവ് പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ടെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവ് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം തന്നെ വയസ്സ് ചെന്നവർ ആദ്യം തന്നെ പെട്ടെന്ന് തടി കാര്യമാക്കി. പിന്നെ പ്രായം കുറഞ്ഞവരും മൂത്തവരും ഇളയവരും ഓരോരുത്തരായിട്ടെന്ന് എൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നമ്മൾ സൈക്കിളറിന് കേട്ടിട്ടുള്ള പോലെ മൂത്തവർ ആദ്യം പോകാൻ, കാരണം അവരായിരിക്കും കൂടുതലും പാപം ചെയ്തേ പറഞ്ഞിട്ടുണ്ട്. അവർ പെട്ടെന്ന് ഞങ്ങളുടെ പാപമാണ് വിളിച്ച് പറയുമോ കർത്താവിന് എന്ന് വിചാരിച്ചാൽ അതിന് തടി കാര്യമാക്കി. അപ്പോഴത്തേക്കും പിന്നെ ഇളയ ചോട്ടാ ആൾക്കാർ, വലിയ വലിയ പുരോഹിതന്മാർ താടിയൊക്കെ വളർത്തിയ വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങ് പോകുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള പരീശന്മാരും പതുക്കെ ഇങ്ങനെ വരെ പിടിച്ചങ്ങ് പോയി. അവസാനം ഈ സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉള്ളൂ, ഞാൻ നിന്നെ ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജീവൻ്റെ വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമേ ഉള്ളവനാകും എന്നൊക്കെ കർത്താവ് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട്
പറഞ്ഞപ്പോഴത്തേക്കും പരീശന്മാർക്ക് പിടിച്ചില്ല. പിന്നെ അപ്പം പരീശന്മാർ ചേർന്ന് വന്ന ഒരു രംഗം നമ്മളിവിടെ കാണുന്നത്. നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയും, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും 14-ാമത്തെ വാക്യം 8:14 യോഹന്നാൻ 8:14 എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു. നിങ്ങൾ അപ്പം കർത്താവ് പറഞ്ഞ കാഴ്ചപ്രകാരം വിധിക്കരുത്. ഇവിടെ പറയുന്നത് ജഡപ്രകാരമാണ് നിങ്ങൾ വിധിക്കുന്നത്. കാഴ്ചപ്രകാരം വിധിക്കുന്നതാണ് ജഡപ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിൽ നിന്ന് വിധിക്കുന്ന ആ ഒരു കാര്യം. നിങ്ങൾ ജഡപ്രകാരം സ്വയത്തിൽ നിന്ന് വിധിക്കുന്നവരാ. എന്നാൽ ഞാൻ ആരെയും അങ്ങനെ വിധിക്കുന്നില്ല. എന്നാൽ ഞാൻ വിധിക്കുവാണെങ്കിൽ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാണ് എൻ്റെ കൂടെ ആകിയാൽ എൻ്റെ വിധി സത്യമാകുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം അവിടെ ആ പാപത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കൊണ്ടുവന്ന് വന്നപ്പോൾ കർത്താവ് സ്വയമായിട്ട് ജഡപ്രകാരം സ്വയത്തിൽ നിന്ന് അങ്ങ് വിധിച്ചില്ല, മറിച്ച് പിതാവിനോട് ചോദിച്ചു, പിതാവേ എന്താ ഞാനിപ്പം പറയണ്ടേ, ഇവരെ കലറിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അപ്പം പിതാവിൻ്റെ ഒരു ശബ്ദഹൃദയത്തിൽ കേട്ട് പാവം ചെയ്യാതെ കലറിയിട്ടെന്ന് എന്നുള്ളൊരു ആത്മാവിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നു. കർത്താവ് അഡ്രൻസ് പറഞ്ഞു, കാര്യം സോൾവായി. അപ്പം ഞാൻ സ്വയമായിട്ട് വിധിക്കുന്നതല്ല, ഞാൻ എന്തെങ്കിലും വിധിച്ചാൽ ഞാൻ ഏകനല്ല, ഞാൻ എൻ്റെ അയച്ച കൂടെയും എൻ്റെ വിധി സത്യമാകുന്നു. കർത്താവ് സത്യത്തോടെ വിധിച്ചു, കാഴ്ചപ്രകാരം വിധിച്ചില്ല. അതാ നമ്മളിപ്പോൾ ഏശയ്യാവ് 2-3 വാക്യങ്ങളിൽ 11-2-3 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാഴ്ചപ്രകാരം മറ്റുള്ളവരെ വിധിക്കാനോ, മറ്റുള്ളവരെ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർ ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുന്ന രീതിയിലോ അവരെങ്ങനെ ഇവരെങ്ങനെ നമ്മൾ പലരെയും അങ്ങ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അങ്ങ് പോവും. നമുക്ക് മറ്റുള്ളവരോട് ഒരു പുച്ഛ മനോഭാവമായിരിക്കും. അതാ വിധിക്കുന്ന ഒരു മനോഭാവം, ജഡപ്രകാരമുള്ള വിധി, കാഴ്ചപ്രകാരമുള്ള വിധി. എന്നാൽ മറ്റേത് ഒരു സ്വർഗീയമായ അതൊരു വിവേചനം, നീതിയോടെ വിധിക്കുന്ന കർത്താവോടെ യോഹന്നാൻ 7:24 പറയുമ്പം നീതിയോടുള്ള വിധി എന്ന് പറഞ്ഞാൽ എന്താ, അത് പരിശുദ്ധാത്മ നമുക്ക് വരുന്നൊരു വിവേചനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആരെയും കൊച്ചായിട്ട് കാണുമോ വിധിച്ച് തള്ളുകയോ അല്ല, മറിച്ച് നമുക്ക് അവരെക്കുറിച്ചൊരു കർത്താവെ അവർക്ക് വെളിച്ചം കൊടുക്കണമെന്നുള്ള ഇൻറ്റർസെസറി ആറ്റിറ്റ്യൂഡായിരിക്കും. ഓസ്വാൾഡ് ചേംബേഴ്സിൻ്റെ ഒരു കോട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് ദൈവം നമുക്ക് വിവേചനം തരുന്നത് ഒരിക്കലും മറ്റുള്ളവരെ കണ്ടം ചെയ്യാനും വിധിച്ചു തള്ളാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട്. അതിൻ്റെ ഏകദേശം വരികൾ അങ്ങനെ. അപ്പം ദൈവം നമുക്ക് മറ്റുള്ളവരോട് അങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ ഹൃദയം ഉണ്ടെങ്കിലേ, മനസ്സിലൊരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വിവേചനം തരുവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എത്രയധികം വിവേചനം ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിലാവട്ടെ, പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മളുടെ സഭാജീവിതത്തിലും എല്ലാം നമ്മൾ പല തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് എത്രയധികം വിവേചനം ആവശ്യമുണ്ടെന്ന്. ആ വിവേചനം, നീതിയോടെയുള്ള വിവേചനം വേണമെങ്കിൽ നമുക്ക് ഈ പൊൻകച്ച, കർത്താവിനെ പോലുള്ള ഈ പൊൻകച്ച, അതുപോലെ നീതിയായിട്ട് കർത്താവ് പൊൻകച്ചയോടെ, സത്യത്തോടെ, നീതിയോടെ, വിശ്വസ്തയോടെ വിധിച്ചതുപോലെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സത്യത്തെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. നമ്മൾ സ്വയമായിട്ട് കാര്യങ്ങളോ ചെയ്യാതെ, മറിച്ച് നമ്മളെ തന്നെ ഒരു വട്ടപൂജയായിട്ട് താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിൽ നിന്ന് പറയുവാനും വിധിക്കുവാനും ആ നീതിയോടെ വിധിക്കുവാനും ഒക്കെ ദൈവം തന്നെ നമ്മളെ അഭ്യസിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ വെളിപാട് 15-ൻ്റെ 5-6 വാക്യങ്ങളെ കാണാനൊന്നും സാധിച്ചുള്ളൂ. 7-8 വാക്യങ്ങൾ നമുക്ക് ഇപ്പോൾ 8 മണി ആയല്ലോ, അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 7-8 വാക്യങ്ങൾ മുതൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് തുടർന്നും കാണാമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് കർത്താവേ പൊൻകച്ച ധരിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ മാർത്തം എപ്പോഴും ആ ഒരു പൊൻകച്ച, ആ ഒരു ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യവും വിശ്വസ്തതയും നീതിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നീതിയോടെ വിധിച്ചത് കർത്താവേ, അവിടുന്ന് ജീവൻ്റെ വെളിച്ചം കർത്താവേ അവിടുന്ന് പ്രകാശിപ്പിച്ചത് കർത്താവേ, ആ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ആ പാപിനിയായുള്ള സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കണ്ടല്ലോ കർത്താവേ. അങ്ങേപ്പോലെ ഞങ്ങളെ ആക്കി തീർക്കണം. പരീശന്മാരോട് അങ്ങ് അവിടുന്ന് എങ്ങനെ പെരുമാറി, പാപത്തെ പിടിക്കപ്പെട്ട പിടിച്ച സ്ത്രീയോട് അവിടുന്ന് എങ്ങനെ പെരുമാറി എന്നുള്ള ആ ഒരു ജീവൻ്റെ വെളിച്ചം, ആ ഒരു സ്നേഹവും കാർക്കശ്യവും കൃപയും സത്യവും കർത്താവേ ഞങ്ങളിൽ നിറയാൻ തക്കവണ്ണം കൃപയുടെ ആത്മാവിനാലും സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാലും കർത്താവേ, കൃപയുടെ ആത്മാവും സത്യത്തിൻ്റെ ആത്മാവാകുന്ന ആ പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെയും നിറയ്ക്കണം. ഒരു സാഹചര്യത്തിൽ നീതിയോടെ വിധിക്കാനും കർത്താവേ, ഞങ്ങളുടെ സ്വയത്തിൽ നിന്ന് കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ വിധിക്കാതെ കർത്താവ് നീതിയോടെ വിധിപ്പാനും, മറ്റുള്ളവരോട് ഇൻ്റർസീഡ് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ ഒരു ആത്മാവോടുകൂടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, ക്രിട്ടിസൈസ് ചെയ്ത് കണ്ടം ചെയ്ത് അവരെ കുറ്റപ്പെടുത്തി താഴ്ത്തിക്കെട്ടുന്ന ഒരു മനോഭാവമല്ല കർത്താവെ, മറിച്ച് അവരെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം, സഹായിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടെ കർത്താവെ ഞങ്ങൾ ആയിരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ ആത്മാവിനാൽ അതിനായിട്ട് ഞങ്ങളെ നിറച്ചാട്ടെ. ഞങ്ങൾക്കത് സ്വയമായിട്ട് സാധ്യമല്ലല്ലോ.
അവിടുത്തെ കർത്താവ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ധരിക്കുമ്പോഴാണല്ലോ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ നിറഞ്ഞു കവിഞ്ഞ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു വസ്ത്രമായിട്ട് ആവരണമായിട്ടായി തീരുമ്പോഴാണല്ലോ കർത്താവ് ഞങ്ങൾക്ക് ഈ ഒരു സത്യത്തിൻ്റെ ബെൽറ്റും പൊൻകച്ചയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത്. കർത്താവെ, അതിനായിട്ട് അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലെ കർത്താവ് നീതിയോടെ, സത്യത്തോടെ, വിശ്വസ്തയോടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ട് നീ അത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.